പള്ളിമുറ്റത്ത് പൊന്നു വിളയിച്ച് ഒരു വൈദികൻ. മുണ്ടൂർ മൗണ്ട് കാർമൽ ചർച്ച് വികാരി ഫാദർ ബാബു അപ്പാടനാണ് ദേവാലയ പരിസരത്ത് വിവിധ കാർഷിക വിളകൾ നട്ടുപരിപാലിച്ച് കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്തിൽ സ്ഥാപനങ്ങളിൽ മികച്ച രീതിയിൽ കൃഷി നടത്തുന്നതിനുള്ള പുരസ്കാരം നേടിയത്. മുണ്ടൂരിലെ പരിശുദ്ധ കർമ്മലമാതാവിന്റെ ദേവാലയത്തിന്റെ ചുറ്റും നിറയെ മാവുകളും പ്ലാവുകളും വാഴകളും കാണാനാകും. അകലെ നിന്ന് നോക്കുമ്പോൾ കൗതുകമുള്ള കാഴ്ചയാണെങ്കിലും ഇത് ഇവിടുത്തെ വികാരി ഫാദർ ബാബു അപ്പാടന്റെ കൃഷിത്തോട്ടമാണ് എന്നറിയുന്നത് ഒരുപക്ഷെ ഇടവകക്കാർക്ക് മാത്രമാകും. ഇടവകയിലെത്തിയിട്ട് ഏകദേശം 1.5 വർഷമാകുമ്പോഴേക്കുമാണ് പള്ളിമുറ്റത്തിന്റെ അരികിലും വൈദിക മന്ദിരത്തിന് പുറകിലുമായി നിരവധി കാർഷിക വിളകൾ നട്ടുപരിപാലിച്ച് ഗ്രാമപഞ്ചായത്തിന്റെ അംഗീകാരം നേടിയത്. കോവിഡ് കാലത്താണ് വലപ്പാട് ഇടവകയിൽ വികാരിയായിരുന്ന ഫാദർ ബാബു അപ്പാടൻ ഇത്തരത്തിൽ കൃഷിജോലികൾ ഗൗരവത്തോടെ ചെയ്യാൻ തുടങ്ങിയത്. കൃഷിയോട് എനിക്ക് വലിയ താല്പര്യമുണ്ടായിരുന്നു. ചെറുപ്പം തൊട്ട് എന്തെങ്കിലുമൊക്കെ കുഴിച്ചിടുക, ചെടികളെ ചെടി തൈകൾ കുഴിച്ചിടുക, അങ്ങനെ പലയിടങ്ങളിലും അങ്ങനെയൊക്കെ കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. പക്ഷേ കൃഷി തുടങ്ങിയത് ചെയ്യാനായിട്ടൊരു പ്രചോദനം കിട്ടിയത് കോവിഡ് എന്ന മഹാമാരിക്കാലത്താണ്. വലപ്പാട് പള്ളി അടച്ചു, ചുറ്റുപരിസരങ്ങളെല്ലാം കൊട്ടിയടച്ചു. നമുക്കറിയാവുന്ന പോലെ കുറേ വാക്കുകൾ നമ്മൾ പഠിച്ചു അല്ലേ, കണ്ടെയ്ൻമെൻറ്റ് സോൺ, ക്രിട്ടിക്കൽ സോൺ, എങ്ങനെയൊക്കെ കുറേ വാക്കുകൾ പഠിച്ചു. മനുഷ്യർ ഒറ്റപ്പെട്ടു. ആ കാലഘട്ടത്തിൽ പള്ളിയുടെ പുറകുവശത്ത് ഒരു 50 സെൻറ്റ് സ്ഥലത്ത് കുറച്ച് കൃഷി ചെയ്തു തുടങ്ങി. അപ്പോൾ അങ്ങനെ അതിനെ ധാരാളം പേര് പ്രോത്സാഹിപ്പിച്ചു, ഒത്തിരിയേറെ പേര് സഹായിക്കാൻ വന്നു. അങ്ങനെയാണ് പള്ളികളിൽ നമുക്കിങ്ങനെ അത് ചെയ്യാൻ പറ്റും. ഏങ്ങണ്ടിയൂരും ധാരാളം വാഴയൊക്കെ വെച്ച് അങ്ങനെ പരിപാലിക്കാനായിട്ട് സാധിച്ചു. ഇവിടെ അതിനുള്ള സ്ഥലമൊന്നുമില്ല. ഈ പള്ളിയുടെ ചുറ്റുവട്ടത്തുള്ള ഈ മതിലിനോട് ചേർന്നിട്ടുള്ള കുറച്ച് സ്ഥലത്താണ് ഈ പറയുന്ന രീതിയിൽ ഇടവയുടെ മുഴുവൻ സപ്പോർട്ടോടു കൂടി 10-12 തരം മാവുകൾ, ഒരു 50ഓളം വാഴത്തൈകൾ, അതുപോലെ തന്നെ ഒരു 5-6 തരം പ്ലാവ്, അങ്ങനെയൊക്കെ വെക്കാനായിട്ട് നമുക്ക് സാധിച്ചത്. കൃഷി ഓഫീസിൻ്റെ വലിയ സഹകരണത്തോടു കൂടി നമുക്ക് ഈ പൂക്കൃഷി ചെയ്യാനായിട്ട് ആരംഭിച്ചു. വലിയ സന്തോഷം. മണ്ണിനെ സ്നേഹിച്ചാൽ മനുഷ്യനെ ഓട്ടോമാറ്റിക്കലായിട്ട് സ്നേഹിക്കാൻ സാധിക്കും എന്നുറച്ച് ഞാൻ വിശ്വസിക്കുക. 1500-ലധികം വീട്ടുകാരുള്ള മുണ്ടൂർ ഇടവകയിൽ വികാരിയായിരിക്കുമ്പോഴും തിരക്കുകൾക്കിടയിൽ കൃഷിജോലികൾക്ക് അച്ഛൻ സമയം കണ്ടെത്തുന്നത് ഇടവകക്കാർക്ക് തന്നെ അത്ഭുതമാണ്. ഒരു സംശയമാണ് വരുന്നത്, ഈ 1400 പരം കുടുംബങ്ങളുള്ള ഈ ഇടവകയില് പോലും സമയം കണ്ടെത്താൻ എങ്ങനെ പറ്റുന്നുള്ളതാണ്. സമയം നമുക്ക് നമ്മള് ഇവിടെ ഭയങ്കര തിരക്കാണ് പൊതുവെ, എങ്കിലും നമ്മൾ നമ്മുടെ പേഴ്സണൽ കുറച്ച് കംഫർട്ട്സുകൾ മാറ്റിവെച്ച് കുറച്ച് സമയം കാണുക. ഏകദേശം 1500ഓളം കുടുംബങ്ങളുള്ള ഒരു ഇടവകയാണ് മുണ്ടൂർ ഇടവക. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു കാര്യങ്ങൾക്കൊന്നും സമയം കിട്ടാത്ത ഒരു ഇടവകയാണ്. ഇപ്പോഴും എന്തെങ്കിലുമൊക്കെ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കും. അതിൻ്റെ ഇടയിൽ അച്ഛൻ ഇങ്ങനെ ഒരു കൃഷിക്ക് അച്ഛനോട് പ്രത്യേക താല്പര്യപ്രകാരം സമയം കണ്ടെത്തുന്നു എന്നുള്ളത് വളരെ എല്ലാവർക്കും മാതൃകയായിട്ടുള്ള ഒരു കാര്യമാണ്. ഞാനിപ്പോഴും അച്ഛനെ കുറിച്ച് ഇങ്ങനെ ദൂരെ നിന്ന് വീക്ഷിച്ച് കാണുന്ന ഒരു ഇതാണ്. അച്ഛൻ ഈ കൃഷിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെയധികം എൻജോയ് ചെയ്യുന്നതാണ്. പ്രത്യേകിച്ച് ഉച്ചയ്ക്കൊക്കെ വിശ്രമിക്കേണ്ട സമയം മുഴുവൻ ഈ കൃഷിയിലേക്ക് ഇറങ്ങി ഓരോ കാര്യങ്ങൾ ചെയ്യണത് വളരെ എല്ലാവരും മാതൃകയാക്കേണ്ട കാര്യമാണ്. പ്രത്യേകിച്ച് നമുക്ക് നോക്കുമ്പോൾ അറിയാം, നമ്മുടെ പള്ളിയെ സംബന്ധിച്ച് നമുക്ക് സ്ഥലമൊന്നുമില്ല, വളരെ പരിമിതമായ സ്ഥലം. പക്ഷെ അതിൽ ഈ ഗ്രോ ബാഗിൽ ഇത്രയും നല്ല രീതിയിൽ അച്ഛനെല്ലാം ചെയ്തു എന്നുള്ളത് വളരെ പ്രശംസനീയമാണ്. എല്ലാവർക്കും മാതൃകയാക്കാവുന്ന ഒരു കാര്യമാണ്. അസിസ്റ്റന്റ് വികാരി ഫാദർ സാൽവിൻ കണ്ണനായ്ക്കൽ, ഇടവക ട്രസ്റ്റിമാർ, ഇടവകയിലെ വിവിധ സംഘടനാ ഭാരവാഹികൾ, കൈപ്പറമ്പ് ഗ്രാമപഞ്ചായത്ത് കൃഷി ഓഫീസർ, ADS അംഗങ്ങൾ, വാർഡ് മെമ്പർ എന്നിവരും ഫാദർ ബാബു അപ്പാടന്റെ കാർഷിക പരിശ്രമങ്ങൾക്ക് പൂർണ്ണ പിന്തുണയുമായി ഒപ്പമുണ്ട്. പലപ്പോഴും ഞങ്ങൾ എപ്പോൾ വന്ന് കണ്ടാലും അച്ഛൻ ഒഴിവു സമയങ്ങളിലൊക്കെ ഈ കൃഷിത്തോട്ടത്തിലായിരിക്കും. എപ്പോഴും ഒഴിവു സമയങ്ങളിൽ അച്ഛന് കാലത്ത് കുർബാന കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ അത് കഴിഞ്ഞാൽ നേരെ കൃഷിത്തോട്ടത്തിലേക്ക് ഇറങ്ങുകയായി. ഞങ്ങളും പിന്നാലെ ഇറങ്ങും. പക്ഷേ അച്ഛനാണ് നേതൃത്വം വഹിക്കുന്നത്. ഇതുപോലെ ഈ പള്ളിക്ക് ചുറ്റും ഒത്തിരി ഒരു 18-19 തരം മാവുകളുണ്ടെന്ന് പറയുമ്പോൾ തന്നെ വലിയൊരു അതിശയമാണ്. കാരണം ഇത് കാലിയൊക്കെ എടുക്കുന്ന സ്ഥലമായിരുന്നു. അവിടെ അച്ഛൻ ഇത്രയധികം പച്ചപ്പ് കൊണ്ടുവന്നതിപ്പോൾ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം, ഇടവക്കാരെ സംബന്ധിച്ചിടത്തോളം വളരെ സന്തോഷകരമായ കാര്യമാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഒരുപാട് തരം ഫലവൃക്ഷങ്ങൾ, അത് പേരെടുത്ത് പറയാൻ പറ്റില്ല, അത്രയധികം ഫലവൃക്ഷങ്ങൾ, ചെടികൾ, പച്ചക്കറികൾ, ഇതെല്ലാം നമുക്ക് മാതൃകയായി കാണിച്ചു തരുന്ന നമ്മുടെ ഇടവകയുടെ പുത്രനായ ബാബു അപ്പാട്ടനച്ചനെ വളരെയധികം നന്ദി പറയുന്നു. ഇതൊരു മാതൃകയാക്കി മറ്റ് സ്ഥാപനങ്ങൾക്കും മറ്റ് വ്യക്തികൾക്കും
ഈ കൃഷിയെ എങ്ങനെ മറ്റു പള്ളികൾക്കും കൃഷിയെ എങ്ങനെ ദൈവവിളിയുടെ ഭാഗമാക്കി മാറ്റാം എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാക്കി ഈ പ്രവർത്തികളെ നമ്മൾ കാണുന്നു. അച്ഛൻ എല്ലാവിധ ആശംസകൾ ഇടവകയുടെ പേരിൽ നേരുകയും ചെയ്തു. ഈ കാണുന്ന വർണ്ണമനോഹരമായ പൂക്കളും അതുപോലെ ഇന്ത്യയിലെ തന്നെ വിവിധ തരം മാവുകളും മറ്റ് കൃഷി ചെയ്ത് നല്ല രീതിയിൽ ഒരു മികച്ച സ്ഥാപനത്തിനുള്ള ഒരു അവാർഡ് പോലും ഈ മുണ്ടൂർ പള്ളിക്ക് വേണ്ടി അച്ഛൻ നേടി തന്നിരിക്കുകയാണ് ഈ അവസരം. അതിൽ ഞങ്ങൾ ഈ ഇടവകക്കാരും ട്രസ്റ്റിമാരും ഇതിന് സഹായിച്ച മറ്റേ ADC മെമ്പേഴ്സ്, മറ്റ് പഞ്ചായത്ത് മെമ്പർമാർ എല്ലാവർക്കും ഈ അവസരത്തിൽ അച്ഛൻ്റെ പേരിൽ ഞങ്ങൾ അഭിനന്ദനങ്ങളും ആശംസകളും അറിയിക്കുകയാണ്. കൃഷി ചെയ്യാൻ സ്ഥലമില്ലെന്ന് പരിഭവം പറയുന്നവർ ബാബു അച്ഛനെ കണ്ടുപഠിക്കണം. ഒരു തുണ്ട് മണ്ണ് കിട്ടിയാൽ അവിടം കൃഷിയിടമാക്കുന്ന ഫാദർ ബാബു അപ്പാടൻ വൈദികർക്കിടയിലെ കർഷകനും കർഷകർക്കിടയിലെ വൈദികനുമാണ്. ഈ മാതൃക സമൂഹത്തിൽ അനേകർക്ക് പ്രചോദനമാകുമെന്ന പ്രതീക്ഷയിലാണ് മുണ്ടൂർ മൗണ്ട് കാർമൽ ഇടവക. ATK ന്യൂസ്, മുണ്ടൂർ.